Hey my dear beautiful souls, welcome back to my channel Divine Speaks. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സണുമായി നിങ്ങളുടെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, നിങ്ങൾ ഒരുമിച്ചുള്ള ലൈഫ്, ഗ്രേറ്റ്. എന്താണ് യൂണിവേഴ്സ് പറയുന്നത്, എന്ത് മെസ്സേജാണ് തരുന്നത്? നിങ്ങളുടെ ലൈഫ് എത്രത്തോളം മനോഹരമായിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഡിവൈൻ ആണ് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാം. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ് ഈ പേഴ്സണിൽ. നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും, നിങ്ങളുടെ സോൾമേറ്റ് ആണ്, സോൾ കണക്ഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം ജോലിയിലോ ബിസിനസ്സിലോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സമ്പത്തിനോട് കുറച്ച് കൂടുതൽ അട്രാക്റ്റഡ് ആണ് ആ വ്യക്തി, ആ പേഴ്സൺ. അല്ലെങ്കിൽ കുറച്ച് ഒരുപാട് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകാം. അവിടെയാണ് നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുന്നത്. സമ്പാദിക്കുന്നതിലല്ല, ഒന്നുകിൽ അദ്ദേഹം തൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ തൻ്റെ ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടാതെ വരിക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം എന്തോ കാര്യത്തിൽ വളരെയധികം അഡിക്റ്റഡ് ആണ്. എന്തോ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിലാകാം അല്ലെങ്കിൽ ബിസിനസ്സിലാകാം. എന്തോ ഇവിടെ കാണിക്കുന്നത് സമ്പത്തിലെന്നാണ്. അതായത് പണം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം വ്യാപൃതനായിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ പല സമയത്തും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. തെറ്റിദ്ധാരണകൾ നിങ്ങൾ എന്താ പറയാ, ഒരുപക്ഷെ ഈ വ്യക്തി ജോലിയിലോ ഒക്കെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം. സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാകാം. ഈ പ്രശ്നങ്ങൾ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് സഹിച്ചാണ് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് വേണ്ട എന്നൊക്കെ തോന്നുന്ന ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അത്രത്തോളം നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഈ വ്യക്തി നിങ്ങൾക്ക് ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ. ആ സമയത്ത് നിങ്ങൾ വിചാരിക്കും, എനിക്ക് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ പിന്നെയും താങ്കൾ അങ്ങ് സഹിച്ചിരിക്കും. ഒരു എന്താണ്, അങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ ഒരു നയപരമായൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെയാണ്. നല്ല സപ്പോർട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി നിങ്ങളോടൊപ്പം ഉണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്. പക്ഷെ ഇതിനകത്തൊരു തേർഡ് റീസൺ ഉണ്ട്. എന്തോ ഒരു സംഗതി, അദ്ദേഹത്തിന്റെ ബിസിനസ്സോ ജോലിയോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ആ പേഴ്സണുമായി കണക്ട് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് അഡിക്റ്റഡുമാണ്. അഡിക്റ്റഡ് മീൻസ് നിങ്ങളെ ഒരു സെക്കൻഡറി ആക്കിയിട്ട് പ്രയോറിറ്റി ആ ഒരു സംഗതിക്കാണ് കൊടുത്തേക്കുക. ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ
ഈ ലൈഫിൽ ഇത് മുന്നോട്ട് പോകുമെന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് പ്രാവശ്യങ്ങളിൽ നിങ്ങൾ വളരെയധികം വേദനിച്ചിട്ടുണ്ട്. വേദനിക്കുമ്പോഴൊക്കെ ഇത് വേണ്ടാന്ന് ചിന്തിക്കുമ്പോൾ ഒക്കെ തന്നെ ഇത് നിങ്ങളുടെ സോൾ കണക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. അപ്പൊ തന്നെ പിന്നെയും ബാക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും മോശമല്ല, വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്തിലാണോ അദ്ദേഹം ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന്ന് കുറച്ചൊന്ന് നിങ്ങളിലേക്ക് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറും. പിന്നെ നിങ്ങൾ ഒരു കംഫർട്ട് സോണിലല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെ അദ്ദേഹത്തെ ഈ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ എപ്പോഴും നിൽക്കുക. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യും. അത് നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റുമാണ്, എന്തിലും ആ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പേഴ്സണിന് അറിയാം, ഞാനിപ്പോ കുറച്ചൊന്ന് എൻഗേജ്ഡ് ആയാലും ആൾക്ക് വിഷമം ഉണ്ടാവോ ഇല്ലെന്ന് ചിന്തിക്കുന്നില്ല, ആൾ കുഴപ്പമില്ല പോയില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കും എന്നുള്ളത്. അതൊരു പോസിറ്റീവ് വേയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് ഒരു പക്ഷെ അത് ഇച്ചിരി ഒന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും എന്നോട് മോശമായിട്ടൊന്നും പറയില്ല, ചെയ്യില്ല, അല്ലെങ്കിൽ എന്നെ വിട്ടു പോകില്ല എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു ചിന്താഗതിയും കൂടി ആ പേഴ്സണ് ചിലപ്പോൾ ഉണ്ടായേക്കാം. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് വളരെ ഞാൻ പറഞ്ഞല്ലോ വളരെ സപ്പോർട്ടീവാണ് സാഹചര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായി, വലിയ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല ഇതിൽ, ഈ റീഡിങ്ങിൽ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അതിലുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാൽ ഓക്കെ എനിക്കിത് ഇഷ്ടമായില്ല എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ പറയുന്നില്ല എന്നാണ് കാണുന്നത്. ഈ വ്യക്തി ഒരുപാട് പ്രയോറിറ്റി കൊടുത്ത് ഭയങ്കര എന്താ പറയാ ഒരു വല്ലാത്ത വിധേയത്വം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതത്തിനായിട്ടാണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ലൈഫ് ആണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത്. അല്ലാത്ത പക്ഷം വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ്, ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആദ്യമേ പറഞ്ഞു പോകുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു ഫ്യൂച്ചർ തന്നെയായിരിക്കും. ഓവറോൾ പറയുമ്പോൾ ഇത് നല്ലതാണ്. എല്ലാ ബന്ധങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ എപ്പോഴൊക്കെയോ ഒറ്റപ്പെടുന്നു, ഒരുപാട് അങ്ങ് സഹിക്കുന്നു. ഈ സഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ്, ഒരു സെൽഫ് കെയർ ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെ ഒരിക്കലും നിങ്ങൾ പരിഗണിക്കാതെ ഈ തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് അങ്ങ് നിൽക്കുകയാണ്. സോറി, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അങ്ങ് നിൽക്കുകയാണ്. തേർഡ് പേഴ്സൺ അല്ല കേട്ടോ, ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷേ നിങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യാം, ഈ ബന്ധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ ഒരുപാട് ഈ വ്യക്തിയിലൂടെ നിങ്ങൾ വേദനിക്കപ്പെട്ടിട്ടുണ്ട്, വളരെയധികം വേദനിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിന് വളരെയധികം ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. നിങ്ങളത് ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സൗന്ദര്യ പിണക്കങ്ങളൊക്കെ മറന്നു പോകുമല്ലോ, അല്ലെങ്കിൽ അത് നമ്മൾ ഫർഗീവ് ചെയ്ത് വിടും. പക്ഷെ ഇത് നിങ്ങൾ ഫർഗീവ് ചെയ്യാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ നിങ്ങളുടെ സോൾ ഇന്നർ ചൈൽഡ് കരയുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എനിവേ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അത് മൗനം ആയിട്ടിരിക്കാതെ അതിനെ എന്താണോ അത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു ബന്ധം വളരെ നല്ലതാണ്. അല്ലാതെ സഹിച്ചിരിക്കുകയാണെങ്കിൽ അവസാനം ചിലപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടെത്തും. ഓക്കെ, അതുകൊണ്ട് ചെറിയ ചെറിയ ആക്ഷൻസ് ഒക്കെ എടുക്കുക. നിങ്ങൾക്ക് തുറന്നു പറയേണ്ട കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയോട്, ഈ പേഴ്സണോട് തുറന്നു പറയുക. ഓക്കെ, ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ് ഇതിൽ കാണാനും കഴിയുന്നുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കിയാൽ, നിങ്ങളെ സോളിനെ പെർഫെക്റ്റ് ആക്കി നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇതൊരു നല്ല ഒരു ഫ്യൂച്ചർ ലവ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ.